വളരെ പണ്ട് തൊട്ടേ എല്ലാ ഞായറാഴ്ചകളും എനിക്ക് സ്പെഷ്യലാണ്. ഒന്നെങ്കിൽ മുറ്റം വൃത്തിയാക്കുക, അല്ലെങ്കിൽ വീട് അടുക്കി പെറുക്കുക, ഡീപ് ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ് വർക്കുകൾ ചെയ്യാൻ എനിക്ക് വളരെയധികം താല്പര്യമാണ്. ഖത്തറിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് സെൽഫ് കെയർ ഡേ ആണ് ഈ ഒരു വെള്ളിയാഴ്ച, അതായത് അവധി ദിവസം എന്ന് പറയുന്നത്. പക്ഷെ കുഞ്ഞായതിനു ശേഷം എല്ലാ വെള്ളിയാഴ്ചകളും ഞങ്ങൾക്ക് തുങ്കുടയാണ്. കാരണം ഒരു ദിവസം അവന്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. സോ ഞങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങളുടെ സെൽഫ് കെയർ ഡേ ഒന്ന് പൊടി തട്ടി എടുത്തിരിക്കുകയാണ്. സോ ഇന്നത്തെ എന്റെ ദിവസം എന്ന് പറയുന്നത് ഹസ്ബൻഡ് കെയർ ഡേ ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ പാർലറിൽ പോയി പെഡിക്യൂർ ചെയ്ത് വന്നതിന് ശേഷം തൊട്ട് തുടങ്ങിയ പരാതിയാണ്, എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല. സോ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ പെഡിക്യൂറും മാനിക്യൂറും ഓയിൽ മസാജും എല്ലാം കൂടെ ആയിക്കോട്ടെ എന്ന്. അതിന് മുമ്പായിട്ട് ഞാൻ എന്റെ തലയിൽ കുറച്ച് ഓയിലിട്ട് മസാജ് ചെയ്യണം. കാരണം ഡെലിവറി കഴിഞ്ഞതിന് ശേഷം തലയിൽ നിന്ന് വിഗ് ഉരുന്നത് പോലെയാണ് മുടി ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ എന്റെ തലയിൽ നന്നായിട്ട് ഓയിൽ മസാജ് ഒക്കെ ഇട്ടതിന് ശേഷം വീട്ടിലുള്ള യൂസ് ചെയ്ത് തീരാറായ എല്ലാ സാധനങ്ങളും ഒഴിച്ചിട്ടാണ് ഞാൻ ഇന്ന് എന്റെ ഹസ്ബൻഡിനെ പെഡിക്യൂർ ചെയ്യാനായിട്ട് പോകുന്നത്. തീരാറായ വത്തിക്കയുടെ ഷാമ്പുവും കല്ലുപ്പും ഇട്ട് വെള്ളം നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എടുത്തു വെച്ചിരുന്ന എണ്ണ കമിഴ്ന്ന് എന്റെ സെൽഫി സ്റ്റിക്ക് താഴെ വീണത്. ഷാമ്പുവും കല്ലുപ്പും ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് എന്റെ ഹസ്ബൻഡിന്റെ കാൽ ഇതിലേക്ക് മുക്കി വെക്കുകയാണ്. പൊതുവെ സ്ത്രീകളുടെ കാലിനാണ് ഭംഗിയെങ്കിലും ഞങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ എന്റെ ഹസ്ബൻഡിന്റെ കാലിനാണ് ഭംഗി. അങ്ങനെ നമ്മൾ കാല് കുറച്ചു നേരം കുതിർക്കാനായി വെച്ചതിന് ശേഷം നമ്മൾ ഇനി തലയുടെ ഓയിൽ മസാജിലേക്ക് പോവാണ്. ഇന്നത്തെ ദിവസം ഞാൻ കണ്ടന്റ് ആക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരനായിട്ട് വന്നിരിക്കുകയാണ്. എന്റെ മിക്ക ഫ്രണ്ട്സും അതേപോലെ തന്നെ ഞാനും എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യമാണ്, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞായതിനു ശേഷം എസ്പെഷ്യലി രണ്ടുപേരും വർക്കിങ്ങും അതേപോലെ തന്നെ നമ്മൾ രണ്ടുപേരും മാറി താമസിക്കുകയും ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഫീൽ ചെയ്യും. കാരണം നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരാൾ കുഞ്ഞിനെ പിടിച്ചാലായിരിക്കും മറ്റേ ആൾക്ക് കുക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കുളിക്കാൻ പറ്റുക. അങ്ങനെയുള്ള ബേസിക് സാധനങ്ങൾക്ക് പോലും നമുക്ക് സമയം തികയാതെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സംസാരങ്ങളിൽ കൂടുതലായിട്ടും ഉണ്ടാവുക കുഞ്ഞിന്റെ കാര്യങ്ങളായിരിക്കും. കുഞ്ഞ് നടന്നു, കുഞ്ഞ് സംസാരിച്ചു, കുഞ്ഞ് ചിരിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും നമ്മൾക്ക് പരസ്പരം സമയം കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ കോൺഷ്യസ് ആയിട്ട് തന്നെ വേണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഖത്തറിൽ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരുപാട് ഔട്ട്ഡോർ ഷോകളും ഔട്ട്ഡോർ പ്രോഗ്രാംസും ഒക്കെ അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സോ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവും. സോ ഇത് ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടാണ് കോർണിഷ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ വെള്ളിയാഴ്ച നമ്മൾ കോർണിഷിലും അതേപോലെ തന്നെ അതിന് ഓപ്പോസിറ്റുള്ള പാർക്കിലും ഒക്കെ പോയി കുഞ്ഞുമായിട്ട് കളിച്ചു തീർന്നു. സോ നമ്മുടെ വീഡിയോ ആദ്യമേ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്